ഹായ് ഫ്രണ്ട്സ്, KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒളിച്ചോട്ടങ്ങൾ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണല്ലോ. ദിവസവും സോഷ്യൽ മീഡിയയിൽ ഇത്തരം വാർത്തകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു യുവതി ഒളിച്ചോടിയിട്ടുള്ള ഇത് അദ്ദേഹത്തിന്റെ CCTV ദൃശ്യം, അതായത് എല്ലാം പെട്ടിയും കെട്ടും ഇതൊക്കെ എടുത്തിട്ടാണ് രാത്രി ഒളിച്ചോടി പോകുന്നത്. ഭർത്താവുണ്ട്, അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ഇതും മറ്റൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു ആവേശത്തിന് വേണ്ടിയിട്ട് ഒരു നിമിഷത്തെ ഒരു ചിന്തയിൽ പോകുന്ന സംഭവമാണ്. ഒരു ഏകദേശം 2 ആഴ്ച മുമ്പ് നടന്ന ഒരു ഷഹല എന്നുള്ള സംഭവത്തില് ഇന്ന് ആ യുവതി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയെന്നാണ്. എത്രമാത്രം ഇതിന്റെ പേരിൽ ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ബന്ധുക്കൾക്ക് അപമാനം സഹിക്കേണ്ടി വരുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു ഇത്. അതായത് ഒരു യുവതി ഒരു വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുമ്പോൾ ആ വാർത്ത മൊത്തത്തിൽ സ്പ്രെഡ് ആവുന്നു. അത് ലക്ഷക്കണക്കിന് ആൾക്കാർക്കിടയിലാണ് നിമിഷ നേരം കൊണ്ട് ഇതിലേക്ക് എത്തുന്നത്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇന്ന ആളുടെ മകൾ ഇന്ന സ്ഥലത്ത് നിന്ന്, ഇന്ന ഇവിടെ നിന്ന്, ഇന്ന സഹോദരി, ഇന്ന സഹോദരന്റെ സഹോദരി, ഇന്ന ആളുടെ ഭാര്യ എന്നുള്ള ലേബലിലാണ് ഈ വാർത്ത സ്പ്രെഡ് ആകാൻ. അപ്പോൾ ഇതിനൊക്കെ അപമാനം സഹിക്കേണ്ടി വരുന്നത് ഇവരൊക്കെയാണ്. സ്വന്തം മാതാപിതാക്കള്, അല്ലെങ്കിൽ സഹോദരങ്ങള്, അല്ലെങ്കിൽ സഹോദരിമാര്, അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുമിത്രാക്കൾ ഒക്കെ. ഒരു ആളെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ മാന്യമായ രീതിയിൽ അദ്ദേഹത്തെ ഡൈവോഴ്സ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ കണ്ടെത്തിയ കാമുകനെ ആ കാമുകനോടൊപ്പം ഒന്നിച്ച് ജീവിക്കണം. അപ്പോൾ എന്താകുന്ന ഈ നാണക്കേടിൽ നിന്ന് സ്വന്തം വീട്ടുകാർ ഒഴിവാകും. എല്ലാവരുടെ പക്ഷം അതിന്റെ ഏറ്റവും വലിയൊരു നാണക്കേട് സഹിക്കേണ്ടത് സ്വന്തം വീട്ടുകാർ. എത്രമാത്രം അപമാനം സഹിക്കേണ്ടി വരും. ഇപ്പോ ഇതൊക്കെ വരുമ്പോൾ, വീഡിയോസും അല്ലെങ്കിൽ ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റുകളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുത്താൽ പോരെ. ഇവർക്ക് അങ്ങ് കെട്ടിമുട്ടിയൊക്കെ എടുത്തിട്ട് അങ്ങ് പോവുക ഒരു ആവേശത്തിന് വേണ്ടിയിട്ട്. പക്ഷെ കൊണ്ടുപോകുന്നവർ പലപ്പോഴും ഇത്തരം യുവതികളെ നിരവധി തവണ കൊണ്ടുപോയിട്ടുണ്ടാകാം. ഇങ്ങനെ ഒളിച്ചോടിപ്പോയവരൊക്കെ കേവലം 1-2 മാസം അതിനുശേഷം സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തും. അത്രയും ദിവസമൊന്നും വരണ്ട. ഇപ്പൊ ഷഹലിനെ പോലത്തുള്ളവരൊക്കെ കേവലം ഒരാഴ്ച കൊണ്ട് തന്നെയാണ് സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് 16 പവനും അതുപോലെ തന്നെ കാശും ഒക്കെ എടുത്തിട്ട് ഭർത്താവിന് നേരെ ഇരട്ടി പ്രായമുള്ള 3 മക്കളുള്ള ഭാര്യയില്ല ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അത് പിന്നെ ഒട്ടാകെ സ്പ്രെഡായി. ലാസ്റ്റ് പോലീസ് പിടിച്ച ശേഷം സ്വന്തം മകനെ ഭർത്താവിന്റെ കുടുംബത്തിനും അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു. ലാസ്റ്റ് ആ കൊണ്ടുപോയ അയാള് കാമുകനും ഇവളുമായിട്ട് എന്തോ തെറ്റിപ്പിരിഞ്ഞു. ശേഷം സ്വന്തം വീട്ടിലേക്ക് തന്നെ എത്തിപ്പെടുന്നത്. ഇവിടെ ഒരു ഭാവിയല്ലേ നഷ്ടപ്പെടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരാളെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ, അങ്ങനെ ഒരാളുടെ ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒട്ടേറെ വഴികളുണ്ട്. അതിന് നിയമപരമായിട്ട് ഒട്ടേറെ വഴികൾ തിരഞ്ഞെടുക്കാം. കഴിഞ്ഞ് ഡിവോഴ്സായ ശേഷം കണ്ടെത്തിയ ആളെ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ ഈ നാണക്കേടിൽ നിന്ന് സ്വന്തം വീട്ടുകാർ ഒഴിവാവുമല്ലോ. നിരപരാധികളായ വീട്ടുകാരാണ്. ഇവരൊന്നും ഒരു തെറ്റും ചെയ്യാത്തവരാണ്. ഇവരൊക്കെ പക്ഷെ സമൂഹത്തിന് മുമ്പിൽ വളരെ സ്റ്റാറ്റസ്, വളരെ അഭിമാനത്തോടു കൂടി ജീവിക്കുന്നവരായിരിക്കാം. പക്ഷെ ഇതുപോലുള്ള മക്കൾക്ക് ജന്മം കൊടുത്തതിന്റെ പേരിലായിരിക്കാം ഇതുപോലുള്ള മാതാപിതാക്കൾ സമൂഹത്തിന് മുമ്പിൽ നാണം കെട്ടുന്ന ഒരവസ്ഥ വരുന്നത്. ഇതൊക്കെ അവരുടെ കുടുംബം കഴിയുന്ന എത്ര തലമുറകൾ കഴിഞ്ഞാലും ആ നാണക്കേടിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതുകൊണ്ട് ദയവീത് ഈ ഒളിച്ചോടാൻ പോകുന്നവരോട് ഒരു അപേക്ഷയായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലുള്ള കടുംകൈ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളെ കൂടെ താമസിക്കുന്ന അവരുടെ കൂടെ നിങ്ങൾക്ക് താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ, ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ മാന്യമായി നിങ്ങൾ വേർപിരിഞ്ഞ ശേഷം നിങ്ങൾ കണ്ടെത്തിയ ആളെ കൂടെ ഒളിച്ചോടി പോവുക. എന്നിട്ട് നിങ്ങൾ അതിന്റെ വിധത്തിലുള്ള എല്ലാ യാതനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോൾ മാത്രമായിരിക്കും അക്കരയുള്ളതല്ല ഇക്കരയിലുള്ളതാണ് ഏറ്റവും മെച്ചം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചിന്ത വരും.